അനന്തുകൃഷ്ണന് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം. അനന്തുകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങൾ പുറത്ത്. CSR ഫണ്ടിന്റെ മറവിൽ നടത്തിയ വൻ തട്ടിപ്പിൽ അനന്തുകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങൾ പുറത്ത്. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമെന്ന് പോലീസ് വ്യക്തമാക്കി. കൂടാതെ ഈ കേസിലെ കൂട്ടുപ്രതികൾ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളാണെന്നും വ്യക്തമാക്കി. ബന്ധുക്കളുടെ പേരിൽ പണം കൈമാറിയതായും അനന്തുകൃഷ്ണന് കേരളത്തിന് പുറത്ത് ബിനാമി പേരിൽ സ്വത്തുക്കളുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിയെടുത്ത പണം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചുവെന്നും കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നു. 2 കേസുകളിൽ കൂടി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം സാധാരണക്കാരെ പറ്റിച്ച് അനന്തുകൃഷ്ണൻ സമ്പാദിച്ച കോടികൾ പ്രധാനമായും നിക്ഷേപിച്ചത് ഭൂമി വാങ്ങിക്കൂട്ടാനായിരുന്നുവെന്നും വ്യക്തമായി. തട്ടിയെടുത്ത പണം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചുവെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. സഹോദരിയുടെയും അമ്മയുടെയും സഹോദരി ഭർത്താവിന്റെയും പേരിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമിയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കർണാടകത്തിലുമായി ഇയാൾ വാങ്ങിക്കൂട്ടിയത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി കണ്ടുകെട്ടാൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തു. അനന്തകൃഷ്ണൻ ജയിലിൽ പോയതിനു പിന്നാലെ അമ്മയും സഹോദരിയും അടക്കം വീട് പൂട്ടി മുങ്ങുകയും ചെയ്തു. സാധാരണക്കാരന് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി വാങ്ങിയ പണം ഉപയോഗിച്ചാണ് അനന്തകൃഷ്ണൻ സഹോദരിയുടെയും അമ്മയുടെയും സഹോദരി ഭർത്താവിന്റെയും പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി സ്വന്തമാക്കിയത്. സഹോദരിയുടെ വീടിന് മുന്നിൽ 13 സെന്റ് സ്ഥലവും തൊട്ടടുത്ത് തന്നെ 1 ഏക്കർ റബ്ബർ തോട്ടവും 33 സെന്റ് ഭൂമിയും ചോദിച്ച പണം കൊടുത്താണ് അനന്തകൃഷ്ണൻ വാങ്ങിയത്. പാലാ നഗരത്തിൽ കോടികൾ വില വരുന്ന 40 സെന്റ് ഭൂമിയാണ് അനന്തകൃഷ്ണൻ അമ്മയുടെ പേരിൽ വാങ്ങിയത്. ഇതിനു പുറമെ പാലക്കാട് തെങ്ങിൻതോട്ടവും കർണാടകത്തിൽ മുന്തിരിത്തോട്ടവും തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങി. ഇതിനു പുറമെ തട്ടിപ്പ് പണം ഉപയോഗിച്ച് കാറുകളും ബൈക്കുകളും അടക്കം വാങ്ങിക്കൂട്ടിയിരുന്നു. ഇതിൽ 3 കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 19 അക്കൗണ്ടുകളിലൂടെയാണ് തട്ടിപ്പ് പണം കൈകാര്യം ചെയ്തിരുന്നത്. ഇതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളെല്ലാം പോലീസ് മരവിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെ മുഴുവൻ പണവും കൊടുത്ത് സ്വന്തമാക്കിയ 2 ഭൂമികളുടെ രജിസ്ട്രേഷൻ നടത്താനും അനന്തകൃഷ്ണൻ പദ്ധതിയിട്ടിരുന്നു. ജയിലിലായതിനാൽ മാത്രമാണ് ഈ രജിസ്ട്രേഷൻ നടക്കാതെ പോയത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് സ്വന്തമാക്കിയ ഈ ഭൂമിയെല്ലാം കണ്ടുകെട്ടാൻ അടുത്ത ദിവസം തന്നെ നടപടി ആരംഭിക്കുകയാണ് പോലീസിന്റെ നീക്കം.